ഓഗസ്റ്റ് 13 വിശുദ്ധ പോൺഷ്യൻ മാർപ്പാപ്പയും വിശുദ്ധ ഹിപ്പോളിറ്റൂസും രക്തസാക്ഷികൾ. ഉർബൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായാണ് റോമാക്കാരനായ പോൺഷ്യൻ മാർപ്പാപ്പ 230 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം നടത്തിയ ഒരു സൂനഹദോസാണ് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒരിജന് മഹറോൻ ശിക്ഷ നൽകിയത്. കാര്യമായ മറ്റു പ്രവർത്തനങ്ങളൊന്നും പോൺഷ്യൻ്റെ കാലത്ത് നടന്നില്ല. 235 മാക്സിമിനുസ് ചക്രവർത്തി അദ്ദേഹത്തെ സർദീനിയ ഖനികളിലേക്ക് നാടുകടത്തി. പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യത്തിനു വേണ്ടി അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചു. വിപ്രവാസത്തിലെ കഷ്ടതകൾ നിമിത്തം 235 തന്നെ അദ്ദേഹം ദിവംഗതനായി. കലിസ്റ്റസ് മാർപ്പാപ്പ കഠിനമായ പാപങ്ങൾക്ക് കൂടി ഒരാൾ അനുതപിച്ചാൽ അയാൾക്ക് പാപമോചനം നൽകാമെന്ന് തീരുമാനിച്ചപ്പോൾ പ്രസ്തുത അഭിപ്രായത്തെ എതിർത്ത ഒരു റോമൻ പുരോഹിതനാണ് ഹിപ്പോളിറ്റൂസ്. അദ്ദേഹം തൻ്റെ അനുഭാവികളുടെ സഹായത്തോടെ 217 ബദൽ മാർപ്പാപ്പ ആൻറ്റിപോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 235 പോൺഷ്യൻ മാർപ്പാപ്പയോടൊപ്പം ഹിപ്പോളിറ്റൂസും സാർദീനിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വച്ച് അദ്ദേഹം തിരുസഭയോട് രമ്യപ്പെട്ടു. മാർപ്പാപ്പ സ്ഥാനം ഉപേക്ഷിച്ചു. അദ്ദേഹവും 235 സാർദീനിയയിൽ വെച്ച് തന്നെ മരിച്ചു. കഷ്ടപ്പെട്ട് മരിച്ചതുകൊണ്ട് രക്തസാക്ഷികളായിട്ടാണ് പോൺഷ്യൻ മാർപ്പാപ്പയും പുരോഹിതൻ ഹിപ്പോളിറ്റൂസും അറിയപ്പെടുന്നത്. ദൈവശാസ്ത്രത്തിൽ വലിയ കണിശക്കാരനായിരുന്നതുകൊണ്ട് ഹിപ്പോളിറ്റൂസിന് അബദ്ധങ്ങൾ സംഭവിച്ചു. എന്നാൽ പൂർണ്ണ അറിവോടെയല്ല അദ്ദേഹം തെറ്റിൽ ചരിച്ചത്. വചനം എഫേസോസ് 5:20 എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. വിചിന്തനം. ഇന്ന് സഭയ്ക്കെതിരെ പോരടിക്കുന്ന പുരോഹിതരുടെയും മറ്റു വ്യക്തികളുടെയുമെല്ലാം ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നാം എത്ര ഭയപ്പെടുന്നു അവരുടെ ആത്മാവിൻ്റെ സ്ഥിതിയെ ഓർത്ത്. ഇതാ വളരെ മനോഹരമായ ഒരു സാക്ഷ്യം കത്തോലിക്ക സഭയുടെ സൗന്ദര്യത്തെ വിശുദ്ധ ഹിപ്പോളിറ്റൂസിൻ്റെ മാനസാന്തരത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൻറ്റിപോപ്പായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുരോഹിതനായി കത്തോലിക്ക സഭയുമായി രമ്യതയിലെത്തുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയിൽ തൻ്റെ വിശുദ്ധമായ ജീവിതം കൊണ്ട് തന്നെ വിശുദ്ധ പദവും അലങ്കരിക്കുന്നു. നമുക്ക് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകൾ ശ്രവിക്കാം. നാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും പ്രസാദപരം യഥോചിതം പ്രവർത്തിക്കുന്നതിന് നാം സഹകരിക്കുകയും ചെയ്താൽ ദൈവം നമ്മിൽ നിർവഹിക്കുന്നത് എന്തെല്ലാമെന്ന് അധികം പേർ ഗ്രഹിച്ചിട്ടുണ്ടാവുകയില്ല.